നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചരണത്തിന് ചൊവ്വാഴ്ച കൊട്ടിക്കലാശം. ജില്ലയിൽ തെരഞ്ഞെടുപ്പ് കളം പിടിക്കാൻ 18 അടവും പുറത്തിറക്കുകയാണ് മുന്നണികൾ. ഇത്തവണ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രം ലഭിച്ചതിനാൽ വിശ്രമം എന്തെന്നറിയാത്ത ഓട്ടത്തിലാണ് സ്ഥാനാർത്ഥികളും പ്രവർത്തകരും. അവധി ദിനങ്ങളുടെ ആലസ്യമൊന്നും അലട്ടാതെ പരമാവധി വോട്ടർമാരിലേക്ക് ഇറങ്ങിച്ചെല്ലുകയാണ് സ്ഥാനാർത്ഥികൾ. ദേശീയ സംസ്ഥാന നേതാക്കളെ രംഗത്തിറക്കി പ്രചരണ രംഗം കൊഴുപ്പിക്കുകയാണ് മുന്നണികൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശൂരിൽ നടത്തിയ റോഡ് ഷോയോടെ NDA ക്യാമ്പിന് നവോന്മേഷമായി. UDFന് ആത്മവിശ്വാസം നൽകാൻ രാഹുൽ ഗാന്ധി തിങ്കളാഴ്ച ജില്ലയിലെത്തും. LDF പ്രചരണം നയിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ജില്ലയിലെത്തി പ്രവർത്തകർക്ക് ആവേശം പകർന്നു. CPM ജനറൽ സെക്രട്ടറി MA ബേബിയും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും വിവിധ പരിപാടികളിൽ പങ്കെടുത്തു മടങ്ങി. ജില്ലയിലെ തെരഞ്ഞെടുപ്പ് രംഗത്ത് സംസ്ഥാന രാഷ്ട്രീയം തന്നെയാണ് പ്രധാന ചർച്ച. ഭരണവിരുദ്ധ വികാരം ആളിക്കത്തിച്ചാണ് UDF പ്രചരണം മുന്നോട്ടു പോകുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയും അവരുടെ പ്രധാന പ്രചരണായുധം. പ്രകടന പത്രികയിലെ 5 ഗ്യാരണ്ടികൾ കാർഡാക്കി വിതരണം ചെയ്തും വോട്ടർമാരുടെ മനസ്സിൽ ഇടം നേടാനുള്ള ശ്രമത്തിലാണ് UDF. അതേസമയം ഭരണവിരുദ്ധ വികാരമെന്ന ശൈലി തന്നെ തള്ളിക്കളയുകയാണ് LDF. ജില്ലയുടെ വികസന രംഗം ഇത്രത്തോളം മുന്നേറിയ ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ലെന്ന പ്രചരണത്തിനാണ് ഇടതുമുന്നണി ഊന്നൽ നൽകുന്നത്. ക്ഷേമ പെൻഷൻ വർധനയടക്കമുള്ളവ വോട്ടർമാരിൽ അനുകൂല മനോഭാവം സൃഷ്ടിച്ചിട്ടുണ്ടെന്നും LDF കണക്കുകൂട്ടുന്നു. പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾക്കും പരമാവധി പ്രചാരം നൽകുന്നു. കേന്ദ്ര സർക്കാരിന്റെ ഭരണനേട്ടങ്ങളിൽ കേരളത്തിന് ലഭിച്ച ഗുണഫലങ്ങളെക്കുറിച്ചാണ് BJP നേതാക്കൾ വാചാലരാകുന്നത്. കൂടുതൽ ആനുകൂല്യങ്ങൾ കേന്ദ്രത്തിൽ നിന്ന് നേടിയെടുക്കാൻ NDA സ്ഥാനാർത്ഥികൾ വിജയിച്ചു വരണമെന്നാണ് പ്രചരണം. സുരേഷ് ഗോപിക്ക് നിയമസഭാ മണ്ഡലങ്ങളിൽ ലഭിച്ച ഭൂരിപക്ഷത്തിന്റെ കണക്കിലും നേതൃത്വം ആത്മവിശ്വാസം കൊള്ളുന്നു. സംസ്ഥാന രാഷ്ട്രീയത്തെ പിടിച്ചുകുലുക്കിയ ഡീൽ ആരോപണത്തിന്റെ അലയൊലികൾ ജില്ലയിലുമെത്തി. ഗുരുവായൂരിലും കുന്നംകുളത്തും കൊടുങ്ങല്ലൂരുമൊക്കെ ഡീലിനെ ചൊല്ലി ആരോപണ പ്രത്യാരോപണങ്ങൾ സജീവമാണ്. വർഗീയ ചേരിതിരിവുണ്ടാക്കുന്നു എന്നാരോപിച്ച് ഗുരുവായൂരിലെ BJP സ്ഥാനാർത്ഥി B ഗോപാലകൃഷ്ണനെതിരെ പരാതി വ്യാപകമാകുന്നതിനും ജില്ലയിലെ തെരഞ്ഞെടുപ്പ് രംഗം സാക്ഷിയായി. വിദേശ സംഭാവന നിയന്ത്രണ നിയമ ഭേദഗതിയിലെ ചർച്ചകളും തെരഞ്ഞെടുപ്പ് രംഗത്തിന് ചൂടുപകരുന്നു. ന്യൂസ് ഡെസ്ക് TCV.